അബ്ദുൽ നാസർ മഅദനി പറഞ്ഞ് ഏൽപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മഹാനായ തങ്ങളവറുകൾ, നമ്മുടെ ഈ കേരള യാത്രയുടെ നായകൻ അഭ്യന്തനായ കാന്തര ഉസ്താദ് അവറുകൾ, മറ്റഭ്യന്തരായ ഉസ്താദുമാരെ, സഹോദരന്മാരെ, ബഹുമാനായ മുഹമ്മദ് സഖാബി ഉസ്താദ് പറഞ്ഞ പോലെ ഒരു മിനിറ്റേ ഞാൻ എടുക്കുകയുള്ളൂ. കാരണം ബഹുമാന്യനായ കാന്താര ഉസ്താദ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേരള യാത്ര നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ജാതിമത ഭേദമന്യേ പലർക്കും പല സേവനങ്ങളും ഒരുപക്ഷെ മരണത്തിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഈ വേദിയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല, നമ്മുടെ മർഹൂം പി ജഫർ കോയ ഇടുക്കി തങ്ങൾ, അദ്ദേഹവുമായി മദനി ഉസ്താദ് വളരെ വേദനയിലും യാതനയിലും ബാംഗ്ലൂർ ജയിലിൽ കിടക്കുമ്പോൾ അധികാരിവർഗങ്ങളുടെ ഭാഗത്തുനിന്നോ നീതിപീഠത്തുനിന്നോ ഒന്നും പ്രതീക്ഷിക്കുന്ന നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി അടുത്ത് എന്താണ് വഴി? അപ്പോഴും മദനി ഉസ്താദ് പറഞ്ഞത് പടച്ചവനോട് ആത്മാർത്ഥ ദുആ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മദനി ഉസ്താദ് അനുഭവത്തോടുകൂടി പി ജഫർ തങ്ങളും വിനീതനായ ഞാനുമായി കോഴിക്കോട്ടേക്ക് പോയി. രാത്രിയാണ് പുറപ്പെട്ടത്. കോഴിക്കോട് ചെന്നു. പക്ഷേ മർക്കസിൽ പോകേണ്ടി വന്നില്ല. മഹാനായ നമ്മുടെ മർഹൂം പി ജഫർ കോയ തങ്ങളുള്ളത് കൊണ്ട് കാന്തപുരം ഉസ്താദ് കോഴിക്കോട് ഞങ്ങൾക്ക് ഓഫീസിൽ കാണാൻ അവസരം നൽകി. ഏകദേശം വർഷങ്ങൾ പിന്നിടുന്നു, 11 വർഷം പിന്നിടുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു. മദനി ഉസ്താദ് അപ്പോഴനുഭവിക്കുന്ന യാതനകൾ വളരെ വേദനയോട് ഞാൻ മഹാനായ കാന്തപുരം ഉസ്താദിനോട് തുറന്നു പറഞ്ഞു. പക്ഷെ അദ്ദേഹം എല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞത്, ഡയറി എടുത്തിട്ട് ഏറ്റവും അടുത്ത ദിവസം എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ മദനി ഉസ്താദിനെ കാണുകയും മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കുകയും ചികിത്സ പോലും ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇടപെടൽ കാരണമായി. അതിന് മഹാനായ കാന്തപുരം ഉസ്താദ് മദനി ഉസ്താദിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ കൊല്ലം ജില്ലയിൽ വരുമ്പോൾ ഈ മഹത്തായ സദസ്സിൽ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മദനി ഉസ്താദിനെ ഓർത്തുകൂടി പറഞ്ഞതാണ്. അതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ആശംസ അറിയിച്ചുകൊണ്ട് എളിയ